എന്നെ കണ്ടു കഴിഞ്ഞാൽ കഥാപ്രസംഗത്തിന് പോകുന്നവരുണ്ടോ? ഞാൻ മര്യാദക്ക് എന്റെ ഒരു കോസ്റ്റ്യൂം എടുത്തു വെക്കാൻ മാത്രമേ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന സാധനമായിരുന്നു. അല്ല, ഞാൻ ഷർട്ടാണെന്ന് കരുതി അറിയാണ്ട് ഇത് എടുത്തു വെച്ചു പോയതാ. അവക്ക് വേണ്ട സാധനം ഒന്നും എടുത്തു വെക്കാൻ അവള് മറന്നില്ല. അവള് സൂപ്പർ ആയിട്ട് ഇറങ്ങുന്നു. നമ്മള് തോൽവിയായിട്ട്. അമ്മയും അച്ഛനൊക്കെ അടിപൊളിയായിട്ട് ഇറങ്ങുന്നു. ഞാൻ കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നണത്. മടക്കി വെച്ചെടുത്ത് ഞാൻ തുറന്നു നോക്കിയില്ല എന്നുള്ളൊരു മണ്ടത്തരം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇതിപ്പോ ഒരു എൻഗേജ്മെന്റിനാണ് പോലും പോകുന്നത്. ഞാൻ മണവാളം പോകുന്ന പോലെ പോകുന്നുണ്ട്. കൊറേ കാലം കൂടിയിട്ടാണ് അമ്മാവൻ വണ്ടി കാണുന്നത്. കൊറേ കാലം കൂടിയിട്ടാ അമ്മാവൻ വണ്ടി എന്ന് പറയാം നിങ്ങളുടെ നാട്ടില്. ഇവിടെ അമ്മാവൻ വണ്ടിയാണ്. അമ്മാവൻ വണ്ടി തന്നെ പറയാം. അതെന്തുകൊണ്ടായിരിക്കും അമ്മാവൻ വണ്ടി എന്ന് പറയുന്നത്? ആർക്കറിയാം, കുറച്ചൊരു സ്ലോ ആയതുകൊണ്ടായിരിക്കും അല്ലേ? അല്ല, അതിനൊരു ഒത്ത സ്പീഡൊക്കെ ഉണ്ടാവും. അമിതമായിട്ടുള്ള ഒരു പദവി, ഒരു പദവിയില്ലാതെ സഞ്ചരിക്കും. അതുകൊണ്ട് അമ്മാവൻ വണ്ടി. പേരാമ്പ്ര ബൈപ്പാസ് നല്ല നൈസ് റോഡാണല്ലോ. ഇതുവരെ വന്ന റോഡ് ഏതായിരുന്നു? അത് ദുരന്തം റോഡായിരുന്നു. അത് കുറ്റ്യാടി പേരാമ്പ്ര സ്റ്റേറ്റ് ഹൈവേ ആണ്. നല്ല നമ്മള് പിന്നെ തോണി എടുത്തിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ റോഡ് അടിപൊളിയായിട്ടുണ്ട്. വലിയൊരു കുഴി. ഈ ഹൈവേയില് നേരത്തെ ഇപ്പൊ തൊട്ടും ഈ ഹൈവേ പുകഴ്ത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ആടി ഒലിയാണ്. നടുമണ്ണൂർ ടൗണിലൂടെ വന്നോണ്ടിരിക്കുക. എല്ലാ തിരക്കൊന്നുമില്ലാത്ത സമയം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. എന്താ, എനിക്ക് ഈ സ്ഥലത്തുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ വരും. ഈ കടവിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു സ്ഥലമാണിത്. തെരുവത്ത് കടവ് എന്നാണ് എന്റെ പേര്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. എത്രയോ വർഷങ്ങളായിട്ട് ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ വരുമ്പോ ഒരു സന്തോഷം. ഫറൂഖ് പാലത്തിലൂടെ ക്രോസ് ചെയ്ത് പോകണം. നല്ല ഭംഗിയുള്ള പാലം, നല്ല ഭംഗിയുള്ള സ്ഥലം. നമുക്ക് അങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് പോണേ. ഫൈറ്റൊക്കെ ഫെറോക്ക് ആണല്ലേ? ഫറൂഖ് അല്ലല്ലോ. ഫറൂഖ് എന്നാണ് മലയാളത്തിൽ. ഫറൂഖ് ബസ് സ്റ്റാൻഡ് ചെറിയ ബസ് സ്റ്റാൻഡ്, ചെറിയ സെറ്റപ്പുള്ള ബസ് സ്റ്റാൻഡാണല്ലോ. ഇവിടെ നിറയെ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഏരിയ തോന്നല്ലോ. ഒരുപാട് പെട്രോൾ ടാങ്കറുകൾ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് ഡിവിഷൻ ആണ് ഇവിടെ. നമ്മൾ ഇങ്ങോട്ടാ വരണേ? ഇവിടെ എൻഗേജ്മെന്റ് അവിടെയല്ല, അങ്ങോട്ട് പോകാൻ. റോഡ് തീർന്നു. റോഡ് തീർന്നിട്ടില്ല സാർ. ആ വണ്ടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വഴിയുണ്ട്. ഞാൻ നോക്കുമ്പോ ഇതിനോട് വഴി കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് ഡിപ്പോ ആണത്. അല്ല, ആക്ച്വലി ഇത് എൻഗേജ്മെന്റ് ആണോ അതോ കല്യാണമാണോ? വലിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എൻഗേജ്മെന്റിന് പന്തലുണ്ടാവില്ലേ? എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാവുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചെടുത്തിട്ട് ഇല്ല, നമ്മള് കറക്റ്റ് സമയത്ത് അവര് പുറത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചു. ഞങ്ങൾ ഇന്നലെ പുറപ്പെട്ടത് ഇതിലെത്താൻ. ഓ ഇല്ല കേട്ടാ, എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല. ഞാൻ വെച്ച് കഴിഞ്ഞു. ഇതിപ്പോ ചെക്കൻ്റെ വീട്ടുകാർ വരുന്ന ചെക്കൻ ആരാ എനിക്ക് മനസ്സിലായിട്ടാ. ചെക്കനൊന്നും ഉണ്ടാവില്ല. ചെക്കൻ വരില്ല. ഉണ്ടാവുക? ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഇങ്ങോട്ട് അങ്ങനെയാ ഒളിപ്പിച്ചു നോക്കുക ഞങ്ങള്. അപ്പൊ ഒരു വീട്ടുകാർ വന്നിട്ടാണ് നിശ്ചയിക്കുക കേട്ടാ. നമ്മളിതൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് വെക്കുന്ന പരിപാടിയാ. അപ്പൊ ഫോട്ടോ കിട്ടാൻ പാടില്ല. ആ ഒന്നാണ് കാരണവന്മാരൊക്കെ കൂടിയിട്ട് അവിടെ എന്തോ ഒരു കാര്യം നടത്തുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ബ്രൈഡിനെ കൊണ്ട് പഠിപ്പിക്ക്. ഇവരിവിടെ ഇവിടുത്തെ ഫ്രണ്ട്സാ. രണ്ടുപേരും വന്നതാ. താങ്ക് യു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ചെക്കൻ വന്നില്ല അല്ലേ? ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല അല്ലേ? അത് ഞാനിപ്പോ അറിയണത്. മൊത്തത്തില്
അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അവളുടെ സ്റ്റൈൽ എടുക്ക, അതിന്റെ ഇടയ്ക്ക് എടുത്തതാ. ഒറ്റ പോസാ, ഒരേ പോസാ. അവള് സിംഗിൾ പോസ് പിടിച്ചിരിക്കുക. സംസാരിച്ചല്ല ഒന്നുകൂടെ നോക്കി നല്ല സംസാരിച്ചു തന്നെ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് അല്ല ഓക്കെ ഓക്കെ മാമോ നടത്തേ. ഓക്കെ സംസാരിക്കാം. ഞാൻ ഇവനോട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു തരാനാ പറഞ്ഞത്. അവൻ അപ്പോഴേക്ക് ഞങ്ങളുടെ കല്യാണം ഷൂട്ടാക്കിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ലൊക്കേഷനാണ് അവൻ സജസ്റ്റ് ചെയ്തേക്കുന്നത്. പഴയ ഭംഗിയുണ്ടല്ലേ അവിടെ? ഫോട്ടോയ്ക്ക് നിന്നിട്ട് ഓട് തലയിൽ പോലെ പഴയ ബിൽഡിങ്ങാ. നിങ്ങള് ഇവിടെ തന്നെയാ, നാട്ടുകാരുടെയാ? പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ വന്നേക്കുന്നത്. പുളിക്കൽ. ഈ ഫോട്ടോഗ്രാഫിന്റെ പൈസ തരുന്നത് ഈ വീട്ടുകാരാട്ടോ. നിങ്ങൾ അത് ഓവർ ആത്മാർത്ഥം നമ്മളോട് കാണിക്കണ്ട. ഞങ്ങളിവിടെ എൻഗേജ്മെന്റിന് വന്നപ്പോൾ ഇതിന്റെ ചുറ്റുവട്ടത്തായിട്ട് എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള, ഒരു 6 or 7 വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ട്. ഡോളി പ്രിയ എന്നാണ് അവളെ പേര്. അവളെ ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് കണ്ടുമുട്ടാണ്. എൻ്റെ മനസ്സിലെ വിഗ്രഹം തച്ചുടക്കുവോ, ഇതാണ് ആള്. ഇപ്പൊ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഇവിടുന്ന്. ഇട്ട് നീ ഇതുവഴി പോന്നാണാ? ഇവിടെ ഒരു എൻഗേജ്മെന്റ് ഇവളുടെ ഒരു കസിൻ്റെതാണ്. അനിയന്റെ കല്യാണം ആകുന്നത്ര. പോയിട്ടോ ശരി. ആ ഹെൽമെറ്റ് പൊത്തിക്കോ. ആ അടിപൊളി. ഇതാരാ ഇത്? എത്ര വർഷമായി? ഹായ് എന്നല്ല ഷാറ്. എന്റെ മനസ്സിലൊരു റഷ്യൻ വിഗ്രഹം ഉണ്ടായിരുന്നു. അവള് റഷ്യയിലാ പഠിച്ചത് കേട്ടോ. അന്നേരം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള രൂപങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. ഇല്ലടി മോശമായിട്ടില്ല, വിചാരിച്ചത്ര മോശമായിട്ടില്ല. ഇപ്പൊ റഷ്യയില് കോഴിയൊക്കെ കൂടിയത്ര, ചിക്കനൊക്കെ കിട്ടാനുണ്ട്. ഡോളി അവിടെ ഇന്ന സമയത്ത് ഇല്ല. അല്ല ഞങ്ങള് പോയപ്പോ നാട്ടിലില്ല. അല്ല നമ്മളിപ്പോ പോകുന്നതിനാന്നറിയോ? നിങ്ങളെ പറ്റിയാ പറയണേ. ഇവരിപ്പോ നമ്മളെ കൂട്ടാൻ വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയുടെ ബ്ലൗസ് അല്ലേ? അതായത് സായുജിന്റെ കല്യാണത്തിന് അക്ഷയ ഒരു സാരി വാങ്ങിയിട്ടുണ്ട്. ആ സാരിക്ക് ഒരു ബ്ലൗസ് ഉണ്ട് അത്രേ. ആ ബ്ലൗസിൽ എന്തൊക്കെയോ താജ്മഹൽ പണിയാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി അതൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ് അല്ലേ? അത് ഇവർ ഇതിന്റെ അടുത്താണ്. അപ്പോഴാണ് ഇവള് ഇവിടെ ഉള്ളത്. ഇവള് വഴിയാണ് ഇവരെ കണക്ഷൻ ആയത്. അങ്ങനെ നിന്നെ കാണാൻ പറ്റും. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഓൺലൈനിൽ മാത്രം നമ്മുടെ ജീവിതം ഒതുങ്ങിപ്പോന്ന വിചാരിച്ചത്. ഞാൻ ഇവളെ പറ്റിയിട്ട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആള് ഡോക്ടറാണ്, റഷ്യയിലൊക്കെ പഠിച്ചതാണ്, പേര് ഡോളി എന്ന് പറയുമ്പോ എല്ലാരും ചിരിക്കും. എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതായിരിക്കും. വീട്ടിൽ വല്ല പോമറേനും പട്ടിയിട്ടും കൈനിടാൻ പറ്റിയ പേരായിരുന്നു. ഓ അതുകൊണ്ടാ ഇട്ടത്. ഞങ്ങളുടെ നാട്ടിലൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ റോഡിൽ പാത്രം എടുത്തിട്ട് വരും. എന്താണെന്നറിയോ? ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് പോകുമ്പോ ആൾക്കാർ ഒരിക്കലും മീൻ വരുന്നുണ്ട്. അത്രയധികം ഹോൺ അടിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോ. എന്താ ഈ വീട്ടിൽ വരുമ്പോഴേക്ക് ചട്ടിയിലൊക്കെ വളർത്തുന്ന സാധനം നോക്കിയാൽ നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ കിടക്കുന്ന ചേമ്പ്. വൻ സെറ്റപ്പാണ് ഇതല്ലേ? കൊറേ പറിച്ച് നട്ടു കൊടുത്താൽ ഇതുപോലെ. ഈ കൊച്ച് ഇവളെ ഇവിടുത്തെ ഒരു സിനിമാ നടിയുമായിട്ട് ഉപമിച്ചു. അപ്പൊ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? പറ. ഞാൻ അവളെ മാത്രം മെയിൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വളരെ നിൽക്കില്ല. ഡോളിന്ന് പേരിട്ട ആളെ തപ്പി നടക്കരുത്, പുള്ളിക്കാരി ഇട്ടെന്ന്. അയ്യേ, നിന്നെ ആദ്യമായിട്ട് കാണുമ്പോ രസന കലക്കിയ വെള്ളം കൊണ്ടാ വരുന്നത് നീ. ഇനി ഞങ്ങൾ ഈ കായലിൽ തുള്ളാൻ പോവാണ്. തോണി ഇറക്കി. എല്ലാതരം തുണിത്തരങ്ങളിലും ഏതുതരം കസ്റ്റമൈസേഷൻ ആവശ്യം ഉണ്ടെങ്കിലും അസ്മി ഡിസൈനർ ബൊട്ടീക്കിനെ ബന്ധപ്പെടാന്ന് പറഞ്ഞിട്ട് താഴെ നമ്പറും വെക്കാം കേട്ടോ. കച്ചവടം നടക്കട്ടെ. നല്ലൊരു മോഡേൺ സ്ഥലപ്പേരുള്ള സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചു പോകുന്ന വഴിയിലാ. ലാസ്റ്റ് കല്ലോട്. നല്ല നല്ല സ്ഥലം, പക്ഷെ നല്ല ഗട്ടറാ. വലിയ സെറ്റപ്പ് അണ്ണനാ. എന്താ അണ്ണനാണ്?
അണ്ണൻ കരിഞ്ഞു പോയിന്നാ. രണ്ടാക്കും കൺഗ്രാചുലേഷൻസ്. വഴിയെ പോകുമ്പോ പെട്ടെന്ന് കൂടിയ കല്യാണം. അപ്പോൾ ബെസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു വഴിയിലൊക്കെ കല്യാണം കാണുമ്പോൾ ഈ കല്യാണത്തിന് വെറുതെ കയറിയാലോ. ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരു കല്യാണത്തിന് കയറി. അതായത് മാമുവിന്റെ നമ്മളെ ദുബായ് ചങ്കാണ്, മൂപ്പരുടെ വൈഫിന്റെ അനിയന്റെ കല്യാണം. ആ കല്യാണത്തിന് ഞങ്ങളിത് വന്നുകൂടി. കല്യാണം അവിടെ നടന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ വന്നുകൂടി. അപ്പൊ ആ ആഗ്രഹം സാധിച്ചു. താങ്ക് യു. കാണാം. അപ്പൊ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഇവിടെ തീർന്നു.